ഹായ് ഹലോ, ഇന്ന് സവാള അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 5-6 സവാള എടുത്തിട്ട് നന്നായിട്ട് കഴുകി മുറിച്ചതിന് ശേഷം ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വിനീഗറും ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്നുകൂടി തിരുമിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് എറിഞ്ഞ പച്ചമുളകും നീളത്തിൽ എറിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുകും അതേപോലെ തന്നെ നമ്മുടെ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് പൊടിയുടെ ഉലുവാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഉലുവയായിട്ട് ഇടാം. പിന്നെ നമ്മുടെ വറ്റൽമുളകും വേപ്പിലയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് കായംപൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ സവാളയിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ ഓൾറെഡി പച്ചമുളകും വെളുത്തുള്ളി വിനീഗറും ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അതിലേക്ക് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സവാള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇത് ഇതേപോലെ ഒരു ചില്ലിൻ്റെ കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് ചീത്താവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്